ഹലോ ഗൈസ്, വെൽക്കം ടു 3 AG's 10 ഫാമിലി വ്ലോഗ്സ്. എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ക്യാരറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇവിടെ. ആദ്യം ഞാൻ വിചാരിച്ചിന് ഈ ക്യാരറ്റ് എങ്ങനെ ഉണ്ടാവണമെന്ന്. സംഭവം എനിക്കറിയില്ല. ഇനി സത്യം പറഞ്ഞാൽ ഈ ക്യാരറ്റ് ഇങ്ങനെ തന്നെ കുഴിച്ചിട്ടിട്ടാണോ ഉണ്ടാവുന്നതെന്നൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളെ ഭർത്താവ് ഇതാ ക്യാരറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, നമ്മളത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമാ ഗൈസ്, നമുക്ക് കാട്ടിത്തരാം ക്യാരറ്റിൻ്റെ ചെടി എങ്ങനെയാണെന്ന്. പറിക്കണേ ഇല്ലല്ലോ ഓരോന്ന്. ഇതാണ് നമ്മളെ ക്യാരറ്റ്. ഇതാണ് നമ്മളെ ക്യാരറ്റിൻ്റെ ചെടി. നമ്മളെ ക്യാരറ്റ് ഇതെങ്ങനെ പറിക്കാണ്. 2-3 തിന്നുന്നെടുത്തോളി. ഇവിടുത്തെ മണ്ണിലെല്ലാം വളരും കേട്ടോ. എല്ലാം അതടുത്ത് ക്യാബേജാണ്. ക്യാബേജും എല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോ അതിനകത്തുണ്ട് എന്തായാലും. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. കമൻ്റൊന്നും ചെയ്യാൻ മറന്നു പോകരുത്. ക്യാബേജൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിതാ ക്യാരറ്റ് നല്ല പച്ചയോടൊക്കെ കഴിക്കാനും നല്ല രസം കേട്ടോ. നല്ലൊരു മധുരം, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയുണ്ട് കൃഷി സ്ഥലം കേട്ടോ. ഇനിയുണ്ട് നമ്മളെ ഇത് കടുകാണ് കേട്ടോ. ഈ കടുകൊക്കെ കൃഷി ചെയ്യുന്നവരെ പാട് ഭയങ്കരമാണ് കേട്ടോ. ഇതൊക്കെ എടുത്ത് ഉണക്കി എടുക്കണം. ഇതൊക്കെ ഭയങ്കര പാടുള്ള സംഭവം. നമ്മളത് ഇത്തിരി എടുത്ത് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊട്ടിക്കുമ്പോൾ അതൊന്നും അറിയില്ല കേട്ടോ. ഇത് പുതിയൊരു സാധനം കേട്ടോ. ഇതാണ് നമ്മളെ ശൽഗം എന്ന് പറയും. ഇംഗ്ലീഷ് ഇതിന് ടെർണിപ്പ് എന്നാണ് പറയുക. ഇത് നമ്മൾ ഉപ്പേരിച്ച് കഴിക്കലുണ്ട് കേട്ടോ. ഇലയും കഴിച്ചിട്ട് നമ്മളെല്ലാത്തിൻ്റെ ഇലയും ഒന്നും വിടൂല കേട്ടോ. എല്ലാ സംഭവം കടുകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഉള്ളിയാണ്. ഉള്ളി നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് തന്നെ ഇടും കേട്ടോ. എല്ലാവരും കാണണം. ഉള്ളി എന്തായാലും നല്ല കുട്ടപ്പനായിട്ട് വളർന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയുണ്ട്, ഉള്ളിയുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മളിടും. എല്ലാവരും നമ്മളെ കാണാൻ മറന്നു പോകരുത്. അപ്പം ഒരാഴ്ചത്തേക്കുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ അയക്കണം ഏകദേശം കേട്ടോ. അടുത്തതാ പച്ച പട്ടാണിയാണ് കേട്ടോ. ഇതാ നല്ല രസമുണ്ട്, പറിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് ഭയങ്കരമാണെന്നേ ഉള്ളൂ കേട്ടോ. അതാ നമ്മൾ നമുക്കൊരു 2 ദിവസത്തേക്കുള്ള കറിക്കുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കുറേ ഉണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് നമുക്കൊരു ദിവസത്തേക്കുള്ള കറിക്കും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. പച്ചയോടൊക്കെ തിന്നാനും രസമുണ്ട് കേട്ടോ. നമ്മളെല്ലാ പച്ചക്കറിയും പച്ചയോടൊക്കെ കഴിക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറിയല്ലേ, എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ. അടുത്തതാ ബീട്രൂട്ടാട്ടോ. ബീട്രൂട്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ്. അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളെ ബീട്രൂട്ട് കേട്ടോ. സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏകദേശം വിളവെടുപ്പൊക്കെ എത്ര കണ്ട് കേട്ടോ. അടുത്ത ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് സംഭവങ്ങൾ, ഇനിയും ഉണ്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയാണ് കേട്ടോ. ഉള്ളീൻ്റെ വിളവെടുപ്പ് നമ്മൾ ഒറ്റക്കായിട്ടൊരു വീഡിയോ ചെയ്യും. പിന്നെയും ശൽഗം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശൽഗമാണ് ഇത്. ശൽഗം പിന്നെയും നമ്മൾ കുറച്ച് തോനെ പറിച്ചിക്കണം കേട്ടോ. ഉലുവച്ചീരയാണ് കേട്ടോ. അത് നല്ല ഉലുവച്ചീരയാണ് കേട്ടോ. നമ്മളിപ്പം തണുപ്പായതുകൊണ്ട് തണുപ്പ് കാലത്ത് ഉലുവച്ചീര കഴിക്കാൻ നല്ല രസമുണ്ടാവും. നമ്മൾ ഉലുവക്കഞ്ഞിയൊക്കെ നാട്ടിൽ കഴിക്കാറില്ലേ തിരുവാതിര ടൈമിൽ. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഉലുവച്ചീര നമ്മൾ കഴിക്കലുണ്ട് കേട്ടോ. നമ്മളെ ചെറുതാ വഴുതിനിങ്ങ കേട്ടോ. നല്ല വഴുതിനിങ്ങ ഉണ്ടായിക്കണേ. വഴുതിനിങ്ങൻ്റെ ഒരു കട തന്നെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചാൽ നല്ലോണം ഉണ്ടായിക്കുന്നു കേട്ടോ. അതാ നല്ല വഴുതിനിങ്ങ ഉണ്ട്. ഈ വഴുതിനിങ്ങ എന്നും നമ്മളെ ചങ്കുകളൊക്കെ ചോദിക്കും, എന്നും എന്താ ഉപ്പേരിക്ക് സ്പെഷ്യൽ എന്താ വഴുതിനിങ്ങൻ്റെ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചങ്കുകളൊക്കെ പറയും ബേ ബേ ബേ. പക്ഷെ നമ്മളിതാ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ടോ കഴിക്കാൻ, നല്ല രസമുണ്ട്. നമ്മളെ തോട്ടത്തിൽ നിന്ന് നമ്മളെടുക്കുന്ന വിഷമില്ലാത്ത വഴുതിനിങ്ങല്ലേ, നല്ല രസമുണ്ട്. എന്തായാലും ഉള്ളിക്കൊക്കെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിളവെടുക്കാനായിന്. ഇത് നമ്മളെ മല്ലിച്ചപ്പും പുതിനയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിക്കുന്നത്. ആർക്കെങ്കിലും ബിരിയാണിയൊക്കെ ഇടാമെങ്കിൽ ഏതാ ബിരിയാണിയൊക്കെ വേണമെങ്കിൽ വന്നോളിട്ടോ. പുതിയ ഇഷ്ടം പോലെ ഉണ്ടാക്കിന് എന്തായാലും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.